ഹായ്, ഞാനും ചേച്ചിയും ഹരിക്കുട്ടനും ചിന്നും പിന്നെ താഴത്തുനിന്ന് ചേച്ചിയും ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ വൈക്കത്തൂർ അമ്പലത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വരാൻ വേണ്ടി ഞങ്ങൾ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങി. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി വൈകിയപ്പോൾ ഈ പോണുണ്ടല്ലോ, നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കുട്ടിയേട്ടാ, ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടി വന്ന് ഞങ്ങൾ അതിൽ കയറി ഓട്ടോ വിളിച്ച് പോയതായിരുന്നു. അപ്പോൾ അതിൽ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വളാഞ്ചേരി എത്തുന്നതിന് മുൻപാണല്ലോ വൈക്കത്തൂർ, അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ചിന്നു ട്യൂഷൻ കഴിഞ്ഞ് വരാൻ വൈകിയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വൈകി പോകേണ്ടി വന്നത്. ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വരട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾ ഇന്നലെ കുറച്ച് വൈകിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ചോറുണ്ണണ വഴിയിലേക്ക് അങ്ങോട്ട് കയറി കേട്ടോ. ചോറുണ്ണാൻ പോയതാണെന്നൊന്നും വിചാരിക്കണം. ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ കാണണം എന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ അപ്പോൾ ചിന്നുവിൻ്റെ വരാൻ വൈകിയതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് ക്യൂവിൽ നിൽക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ അടിപൊളി ചോറ്, സാമ്പാർ, അതുപോലെ തന്നെ അതിലേക്കുള്ള കറികളൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ, പ്രത്യേക അമ്പലത്തിൽ നിന്നാണെങ്കിൽ അതേപോലെ നേർച്ച കഴിഞ്ഞിട്ടുള്ള ചോറ് അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേകതയാണല്ലോ, അതുപോലെ തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങളും തന്നെ ഇവിടുന്ന് നല്ല ടേസ്റ്റുള്ള രസം അതേപോലെ സാമ്പാർ, അത് ലാസ്റ്റ് അവസാനം നമുക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പപ്പടം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചിയൊക്കെ മാറ്റി വെച്ചു. ചിന്നു ഹരിക്കുട്ടനൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇവിടെ ഉണ്ടല്ലോ നല്ല രസമാണ് നിൽക്കാൻ. എന്താ വെച്ചാൽ നല്ല കാറ്റും, ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ഇവിടെ നമുക്ക് അങ്ങനെ അറിയണില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റാണ്. പാടമൊക്കെ നല്ല കാറ്റായി വന്നിട്ട് നമുക്ക് നല്ല സുഖം തോന്നുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ സ്റ്റേജ്, അമ്പലമുറ്റത്താണ് സ്റ്റേജ്, അങ്ങോട്ട് വന്നു കേട്ടോ. അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. സംഗീതാർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം അവരെ സംഗീതാർച്ചന തീരാറായിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. പിന്നീട് കുട്ടികളെ കളി, പിന്നെ വലിയ കുട്ടികളെ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ കളികളൊക്കെ. ഞങ്ങൾ കുറച്ച് നേരം എന്താണെങ്കിലും അവിടെ ഇരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളതൊക്കെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഇന്ന് വീട്ടിലേക്ക് പോകും വേണം, അങ്ങനെ വന്നതായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് നേരം കളിയൊക്കെ കണ്ട് അവിടെ നിന്നു കേട്ടോ. ചെറിയ കുട്ടികളെ കളി ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണനുള്ള കളി, കൃഷ്ണനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ.